السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ ശവ്വാലിന്റെ എല്ലാവിധ പോരിശയും ബറക്കത്തും നമുക്ക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഈ മാസത്തിലുടനീളം അല്ലാഹുവിലേക്ക് ഒരുപാട് ദിക്റുകൾ സ്വലാത്തുകൾ എല്ലാം ചൊല്ലി ഖൽബ് തുറന്ന് ദുആ ചെയ്ത് അല്ലാഹുവിന്റെ ഇഷ്ടക്കാരിൽ പെടാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് പേര് നമ്മുടെ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നവർ, നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നവർ, ഒരുപാട് പ്രയാസങ്ങൾ, വിഷമങ്ങൾ, രോഗങ്ങളുള്ളവർ, ഒട്ടനവധി ആളുകൾ ദുആ ചെയ്യണമെന്ന് എപ്പോഴും പറയുന്നവർ, ഖൽബ് തുറന്ന് ദുആ ചെയ്യുന്നവർ, കമന്റിലൂടെ ഒരുപാട് ദുആ ചെയ്യാൻ പറയുന്നവർ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകട്ടെ. ശിഷ്ടകാല ജീവിതം അല്ലാഹുവിന്റെ പൊരുത്തത്തിലാക്കട്ടെ. നമ്മുടെ മരണം അല്ലാഹു നന്നാക്കി തരട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മരിച്ചുപോയ, ഖബറിൽ പോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ശവ്വാലിന്റെ 4ാമത്തെ രാവിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് പ്രത്യേകം ചൊല്ലേണ്ട ദിക്ർ, സ്വലാത്ത്, പ്രധാനപ്പെട്ട ദുആകൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റമളാനിന്റെ ചൈതന്യം ഇനി മരണം വരെ നിലനിർത്താൻ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകാനുള്ള ദുആ, അതാണ് നമ്മൾ തുടക്കത്തിൽ പറയുന്നത്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക വ തൗഫീഖി ത്വാഅതിക വ ഈമാനിക യാ അല്ലാഹ്. اللهم إني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله. اللهم إني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു ഇനിയും ആക്റ്റീവായി അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസികളായ നമ്മുടെയൊക്കെ തന്നെ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു നൽകുന്ന, ഇനി സംഭവിച്ചു പോകുന്ന എല്ലാ തെറ്റുകളും അല്ലാഹു മാപ്പ് നൽകാൻ വേണ്ടിയിട്ട് ഖുർആനിന്റെ കഷണം കൊണ്ട് തന്നെ നമ്മൾ ഇസ്തിഗ്ഫാർ ചോദിക്കുക. അത് പറഞ്ഞാൽ ഏറ്റവും എഫക്റ്റീവായ ഇസ്തിഗ്ഫാറാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത മാറ്റുകൂടും. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്നറിയോ? ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാർ നമ്മൾ ആത്മാർത്ഥമായി ചൊല്ലിയിട്ട് നടക്കാത്ത ഒന്നും നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. ഇസ്തിഗ്ഫാർ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റൂല. അതുകൊണ്ടാണ് കേവല ഇസ്തിഗ്ഫാർ അല്ല, ഖുർആനിന്റെ ശൈലി തന്നെ നമ്മൾ കൊണ്ടുവരുന്നത്. എല്ലാവരും എൻ്റെ കൂടെ ഏറ്റു ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. 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 തഖബ്ബലല്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് ഈ ശവ്വാലിന്റെ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ആദ്യത്തെ മജ്ലിസിൽ നമുക്ക് ഇന്ന് ചൊല്ലാനുള്ളത് ഏറ്റവും അഫ്ദലായ അഫ്ദലുൽ ദിക്ർ അറിയാലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. 7 ആകാശവും 7 ഭൂമിയും പ്രപഞ്ചം മുഴുവനും ഫീ കഫത്തിൽ മീസാൻ, മീസാനിന്റെ ഒരു തുലാസിൽ വെച്ചു. പ്രപഞ്ചം മുഴുവനും വെച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കഫത്തിൻ ഉഖറ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അടുത്ത മീസാന്റെ തട്ടിലും വെച്ചു. എന്നാൽ ലറജഹത് ബിഹിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലയുടെ ഭാരം അത് ഏറ്റവും വലിയ ഭാരമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നമ്മുടെ മീസാൻ നിറയും, നന്മയുടെ റിക്കാർഡുകൾ നിറയും. ഭയങ്കര അള്ളാഹിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ്. അതുകൊണ്ടാണ് ഇതിനേക്കാൾ അഫ്ളലായ വാക്കില്ലാത്തത് കൊണ്ടാണ് ഒരാൾ മരിക്കുമ്പോൾ ആ വാക്ക് പറഞ്ഞാൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ കടന്നു എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയുന്നത്. ജീവിതത്തിൽ അതങ്ങൾ പറഞ്ഞാൽ മതി, കൽബി തട്ടിക്കൊണ്ട് പറയണം. അപ്പോൾ മരിക്കാൻ നേരത്ത് അള്ളാഹു ഓർമ്മയിട്ട് വരും. അതാണ് മഹാന്മാർ പറയുന്നത്. അപ്പോൾ നമ്മുടെ കൽബിൽ, നമ്മുടെ നാവിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാണ് ഈ പരിശുദ്ധമായ ദിക്ർ. അത് എപ്പോഴും ഓർമ്മ വേണം. فاعلم أنه أفضل الذكر لا إله إلا الله. لا إله إلا الله. لا إله إلا الله. لا إله إلا الله.
لا إله إلا الله 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 تقبل الله അല്ലാഹു സ്വീകരിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പ്രിയപ്പെട്ടവരെ നമുക്ക് ചൊല്ലാനുള്ളത് അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും പ്രഗൽഭമായ ഇസ്മാണ്, അതായത് ഇസ്മുൽ ആലമാണ് എന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഇസ്മ ചൊല്ലുന്ന ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടപ്പോൾ, അയാൾ അറിഞ്ഞപ്പോൾ, അയാളുടെ അരികിലൂടെ നടന്നു പോയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ധൈര്യമായിട്ട് ഇനി ദുആ ചെയ്തോളൂ, തീർച്ചയായും അള്ളാഹുവിന്റെ ഇജാബത്ത് നിങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദുആ ചെയ്യുമ്പോൾ ഇജാബത്ത് ഇറങ്ങുന്ന അള്ളാഹുവിന് വലിയ ഇഷ്ടപ്പെട്ട വാക്കാണ്. അതുകൊണ്ടാണ് ഹദ്ദാദിൽ നമ്മൾ എല്ലാ ദിക്റും 3 വട്ടം പാരായണം ചെയ്യും. അറിയാലോ, ഹദ്ദാദിലെ എല്ലാ ദിക്റും 3 വട്ടമാണ്. എന്നാൽ ഈ പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഇസ്മു പറഞ്ഞുകൊണ്ടുള്ള ദുആ വരുമ്പോൾ അത് 7 വട്ടമായി എന്ന് പറഞ്ഞാൽ അധികരിപ്പിക്കുകയാണ്. ഈ ഇസ്മ കൊണ്ട് എന്ത് ദുആ ചെയ്താലും ഇജാബത്തുണ്ടാവും. ആ പരിശുദ്ധമായ ഇസ്മാണ് നമ്മൾ ചൊല്ലുന്നത്. എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലാം. യാദൽ ജലാലി വൽ ഇക്റാം 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 യാദൽ ജലാലി വൽ ഇക്റാം. അൽഹംദുലില്ലാഹ്. ഇനി നമ്മൾ ഓതാൻ പോകുന്നത് നമുക്കറിയാവുന്ന പോലെ സ്ഥിരമായി മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് അറിയാലോ, ഖസീദത്തു ഖഫാക്ക, ഖഫാക്ക ബൈത്ത്. ആ ഖസീദ മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു രചിച്ചിട്ടുള്ള അത്ഭുതകരമായ പരിശുദ്ധമായ ഒരു ബൈത്താണ്, ഖസീദയാണ്. എന്താ പൊരിച്ചെന്നറിയോ? 40 കാഫുകളാണ് അതിനകത്ത്. കേട്ടാൽ തന്നെ അറിയാലോ, 40 കാഫുണ്ട്. അത് അള്ളാഹുവിന്റെ കാഫി എന്നുള്ള പരിശുദ്ധ നാമത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അള്ളാഹു മതിയാകും അത്രേ, പടച്ചോ മതി. അള്ളാന്റെ സഹായം ഉണ്ടാകും, പടച്ചവും കൂടെ ഉണ്ടാകും, ജീവിതത്തിലുണ്ടാകും, ജോലിയിലുണ്ടാകും, മരണത്തിലുണ്ടാകും, ഖബറിലുണ്ടാകും, ആഖിറത്തിലുണ്ടാകും. നമ്മൾ ആക്രമിക്കാൻ ഒരാൾ തുനിഞ്ഞിറങ്ങിയാൽ പറ്റും, സിഹർ കൊണ്ട് നേരിടാൻ പറ്റൂല എന്നാണ്, ആയുധം കൊണ്ട് നേരിടാൻ പറ്റൂല. ഭയങ്കര കാവലാണ് ഖസീദത്ത് ഖഫാക്ക. ആ ബൈത്താണ് ഇനി നമുക്ക് ചൊല്ലാനുള്ളത്. എൻ്റെ കൂടെ തെറ്റില്ലാതെ ഒരുപാട് പേര്, എനിക്ക് വലിയ സന്തോഷം തോന്നി, എന്നെ പള്ളിയിൽ വന്നിട്ട് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് അത് ചൊല്ലിക്കേൽപ്പിച്ച പ്രായമുള്ള ഉപ്പമാരെ എനിക്കറിയാം. പ്രായമായി ഓർമ്മയിൽ നിൽക്കില്ല, പക്ഷെ അവർ മനപ്പാടാക്കി. അത് വല്ലാത്തൊരു കുദറത്താണ്. ഈ ഒരു ഖസീദത്ത് ഖഫാക്ക നമ്മുടെ മജ്ലിസിൽ നിന്ന് പരിശോധിച്ചാൽ അറിയാം, വേറെ അങ്ങനെ മൽപ്പാടമാക്കിയ ഒരു ശൈലി പലപ്പോഴും കാണുന്നില്ല. അള്ളാഹു വലിയ ഹിബത്താണ്, സന്തോഷമാണ്. അള്ളാഹു നിലനിർത്താൻ തൗഫീക്ക് നൽകട്ടെ. അത് പതിവായി ചൊല്ലാം. നമ്മുടെ വർക്കത്തിന് വേണ്ടി അതാണ് മുടങ്ങാതെ എല്ലാ ദിവസവും ചൊല്ലുന്നത്. എൻ്റെ കൂടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. كيف كافوها كاكمي نن كان منك ليكا تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك واكفة كيف كافوها ككمي نن كان منك ليكا تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا
كالكاف قربته يا كوكبا كان تحكي كوكب الفلكا كفاك ربك كم يكفيك واكفة كيف كافوها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بك كالكاف قربته يا كوكبا كان تحكي كوكب الفلكا سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم അൽഹംദുലില്ലാ. ഇനി പ്രിയപ്പെട്ടവരെ നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ ശവ്വാല് പെരുന്നാളിന്റെ ദിനത്തിൽ പ്രത്യേകം ചൊല്ലണമെന്ന് പറഞ്ഞ അത് എണ്ണം പറയുന്ന 300 തസ്ബീഹാണ്. പലരും ചൊല്ലിയിട്ടുണ്ടാകും, ചെല്ലാനുള്ളവരുണ്ടാകും. ഒരു ബറക്കത്തിന് വേണ്ടി നമുക്ക് കുറച്ച് എണ്ണം ചൊല്ലാം. അത് ചൊല്ലിയിട്ട് അൽഹംദുലില്ലാ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മുടെ മരിച്ചുപോയ കുടുംബക്കാർ, കൂട്ടുകാർ, ബന്ധപ്പെട്ടവരെല്ലാവരും, അതോടൊപ്പം എല്ലാ മുഅ്മിനീകളും മുഅ്മിനാത്തുകളും അവർക്ക് വേണ്ടി മനസ്സിൽ ഒരു ഹദിയ ചെയ്യാം. അള്ളാഹു നീ കൂലി കൊടുക്കണമെന്ന് പറയാം. അപ്പൊ എന്താ, 1000 പ്രകാശം അവരുടെ ഖബറിലേക്ക് അള്ളാഹു കൊണ്ടുവന്ന് കൊടുക്കും. ഇത് ചൊല്ലുന്ന നമ്മൾ മരിച്ചുപോയ നമ്മുടെ ഖബറിലേക്ക് 1000 പ്രകാശം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. വല്ലാത്ത ആനന്ദം, സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ ചൊല്ലിത്തരാം, എൻ്റെ കൂടെ ചൊല്ലാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അൽഹംദുലില്ലാ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് സാധാരണ നമ്മൾ ചൊല്ലി പരിചയമുള്ള നമുക്ക് സ്വലാത്തുകൾ, പ്രത്യേകിച്ച് ശവ്വാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ഖൈറുണ്ട്, നിഅമത്തുണ്ട്. ഈ ഉമ്മത്തിന് പെരുന്നാളിന്റെ സന്തോഷം പോലും പറഞ്ഞു പഠിപ്പിച്ചെന്ന ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പം ആ റസൂലിന് വേണ്ടിയുള്ള സ്വലാത്ത് വളരെ ഫിറ്റാണ്. ഓരോ സ്വലാത്തും കൃത്യമായി തെറ്റുകൂടാതെ ചെല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം
وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل على النور واهله 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 اللهم صل على النور واهله. صلى الله على سيدنا محمد والآل والأصحاب سلم. 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 തഖബ്ബലല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്കൊരു ഫാത്തിഹ, അത് നമ്മുടെ മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ട എല്ലാവർക്കും, മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹ എല്ലാവരും. ഇലാ ഹദറത്തി നബിയിനാ നബി റഹ്മത്തി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറാത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين الملك الجبار രാജ സയ്യിദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ് നിങ്ങൾ ഓതിയതും പറഞ്ഞതും ഒരുമിച്ച് കൂടിയതും ഒരുമിച്ച് കൂട്ടിയതും മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാഹ് പടച്ചോനെ എല്ലാറ്റിന്റെയും സവാബ് എല്ലാറ്റിന്റെയും സബബായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യ റൗള ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാഹ് അംബിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ശുഹദാക്കൾ സുഹദാക്കൾ ഖൈർ ഇൽമ സ്വലാഹിന്റെ ആളുകൾ ഞങ്ങളുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ വല്ലുപ്പമാര് വല്ലുമ്മമാര് കാരണവന്മാർ ഉസ്താദുമാര് മശായിഖന്മാര് റബ്ബേ കൂട്ടുകുടുംബാദികൾ അയൽവാസികൾ മഹല്ലത്തുകാര് പരിചയമുള്ളവരില്ലാത്തവര് ലോക മുസ്ലിമീങ്ങളിൽ മരണപ്പെട്ടു പോയ സകലമാന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അവരുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് പടച്ചോനെ അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസിൽ ആദ്യകാലങ്ങളിൽ സജീവമായിരുന്ന പലരും ഞങ്ങളുടെ ക്ലാസ്സിലുള്ള പങ്കെടുക്കുന്ന പലരുടെയും കുടുംബത്തിൽ മരണപ്പെട്ടു പോയവർ അവിടെ ഖബറിലേക്ക് സന്തോഷം കൊടുക്കണേ അല്ലാഹ് റാഹത്ത് കൊടുക്കണേ റബ്ബേ പടച്ചോനെ അല്ലാഹുവേ നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല അല്ലാഹ് നിന്റെ ദർബാറിലേക്കല്ലാതെ പാപികളാണ് ഞങ്ങളുടെ കരങ്ങൾ ഉയർത്താൻ മറ്റിടവും നിങ്ങൾക്കില്ല റബ്ബേ ഞങ്ങളോട് പിന്നവാ എന്ന് പറയല്ല റഹ്മാനേ പടച്ചവരെ ഞങ്ങൾക്ക് ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ് ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാഹ് പടച്ചവനെ അപകടങ്ങളും അപകട മരണങ്ങളും മാരകമാണ് രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ് ശരീരം തളർന്ന് തകർന്നു പോകുന്ന രോഗങ്ങളൊന്നും തരല്ലേ അല്ലാഹ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ലാഹ് സംസ്കാരമുള്ള നല്ല മക്കളാക്കണേ റബ്ബേ ഭാര്യ ഭർത്താക്കൾ പരസ്പരം സ്നേഹമുള്ള കുടുംബമാക്കണേ അല്ലാഹ് പടച്ചവനെ അല്ലാഹുവേ എല്ലാ ഖൈറും ബറക്കത്തും നിഅമത്തും ഉള്ളവരാക്കി ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ് പടച്ചോനെ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ് റാഹത്ത് നൽകണേ റബ്ബേ അല്ലാഹുവേ മുടങ്ങാതെ മജ്ലിസിൽ വരുന്ന എത്ര പേരാണ് അല്ലാഹുവേ ക്ലാസ് കേൾക്കുന്നവർ എത്ര പേരാണ് വാചിയാ കമന്റ് പറയുന്നവർ എത്ര പേരാണ് എല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ലാഹ് എല്ലാ മുസ്ലിമീങ്ങൾ മുസ്ലിമാത്തുകൾക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും ജന്നത്തും നൽകണേ അല്ലാഹ് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞ് മുഅ്മിനീങ്ങളെ പോലെ നെറ്റി വിയർത്ത് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ് ഖബൂലാക്കണേ റബ്ബേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم رب ارحمهما كما ربياني صغيرا آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين وآخر كلامي الحمد لله السلام عليكم ورحمة الله وبركاته